ക്വാണ്ടം GIS സ്വതന്ത്ര ഭൂവിവര സോഫ്റ്റ്വെയറുകളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ക്വാണ്ടം GIS. വിവിധ മേഖലകളിൽ വിവര വിശകലനത്തിനും ഭൂപട സൃഷ്ടിക്കുമായി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു വരുന്നു. ഈ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വിശദമാക്കുകയാണ് ഈ ട്യൂട്ടോറിയലിലൂടെ ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയറിൽ ഒരു പ്രോജക്റ്റ് എങ്ങനെ തുറക്കാം, വിവിധ പാളികളായി അവ എങ്ങനെ തുറക്കാം, പുതിയ പാളി നിർമ്മിക്കുന്നത് എങ്ങനെ എന്നിവ ഇവിടെ വിശദീകരിക്കുന്നു. ആപ്ലിക്കേഷൻ, സയൻസ്, ക്വാണ്ടം GIS എന്ന രീതിയിൽ ഈ സോഫ്റ്റ്വെയർ തുറക്കാവുന്നതാണ്. ഏറ്റവും മുകളിൽ ടൈറ്റിലിൽ വെർഷൻ ഏതാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. തൊട്ടുതാഴെ മെനു ബാർ, ടൂൾ ബാറുകൾ, ക്യാൻവാസ്, ലെയർ ബോക്സ്, കോർഡിനേറ്റ് സൂചിപ്പിക്കുന്ന ബോക്സ്, സ്കെയിൽ തുടങ്ങിയവ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പ്രോജക്റ്റ് തുറക്കുന്നതിന് ഫയൽ, ഓപ്പൺ പ്രോജക്റ്റ് സൂക്ഷിച്ചിരിക്കുന്ന പാത്ത് കാണിച്ചു കൊടുക്കുക. .qgis എന്നാണ് ഫയൽ എക്സ്റ്റൻഷൻ. പ്രോജക്റ്റ് തുറന്നു കഴിയും. ക്യാൻവാസിൽ ഭൂപടത്തിന്റെ ചിത്രവും ലെയർ ബോക്സിൽ പാളികളും നമുക്ക് ദൃശ്യമാകും. ലെയർ ബോക്സിലെ ടിക്കുകൾ ആക്ടിവേറ്റ് ചെയ്ത് പാളി ദൃശ്യമോ അദൃശ്യമോ ആക്കാൻ സാധിക്കും. പാളികൾ മാത്രമായി തുറക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലെയർ, ആഡ് വെക്ടർ ലെയർ ഓപ്ഷൻ എടുത്ത് ബ്രൗസ് ചെയ്യുക. .shp എന്ന എക്സ്റ്റൻഷനോട് കൂടിയ പാളികൾ നമുക്ക് ദൃശ്യമാകും. അവ ആവശ്യമുള്ള പാളികൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. പാളി ദൃശ്യമാകുന്നു. സ്കെയിൽ ഡിഗ്രി അളവിലാണ് ദൃശ്യമായിരിക്കുന്നത്. പ്രവർത്തന സൗകര്യത്തിനു വേണ്ടി അത് മീറ്ററിലാക്കേണ്ടതുണ്ട്. അതിനായി ഫയൽ, പ്രോജക്ട് പ്രോപ്പർട്ടീസ് എടുത്ത് കോർഡിനേറ്റ് റഫറൻസ് സിസ്റ്റം എനേബിൾ ചെയ്യുക. കൂടാതെ കേരളത്തിന് അനുയോജ്യമായ 32643 ഫൈൻഡിൽ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് ഓക്കെ നൽകുക. സ്കെയിൽ മീറ്റർ യൂണിറ്റിലേക്ക് മാറിയിരിക്കുന്നതായി കാണാം. തുറന്നു വന്ന പ്ലോട്ടിന് നിറം നിങ്ങൾ കൊടുക്കണമെങ്കിൽ പാളിയുടെ പ്രോപ്പർട്ടി തുറന്ന് ഓൾഡ് സിംബോളജി ആക്ടിവേറ്റ് ചെയ്യുക. സിമ്പിൾ എന്നതിൽ നിന്ന് യുണീക്ക് വാല്യൂ ഓപ്ഷൻ എടുക്കുക. ക്ലാസിഫിക്കേഷൻ ഫീൽഡിൽ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലാസിഫൈ ബട്ടൺ അമർത്തുക. അപ്ലൈ നൽകുക. ലേബൽ ദൃശ്യമാകണമെങ്കിൽ ലേബൽ ടാബിൽ ഡിസ്പ്ലേ ലേബിൾസ് ചെക്ക് ബോക്സ് ടിക്ക് നൽകിയാൽ മതി. തുടർന്ന് ഫീൽഡ് ഏത് ലേബിളാണ് വരേണ്ടത് സെലക്ഷൻ നൽകുകയും വേണം. ലേബിളോടുകൂടിയ ഭൂപടം ദൃശ്യമാകുന്നു. പുതിയ ലെയറുകൾ ലെയർ, ആഡ് വെക്ടർ ലെയർ എന്ന ഓപ്ഷനിലൂടെ തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു റോഡിന്റെ ലെയർ തുറന്നു കഴിഞ്ഞു. റോഡിന് ദൃശ്യമായ വളരെ വലിപ്പം കുറവായതുകൊണ്ട് ആ ലൈനിന് വലിപ്പം കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പാളിയിലെ രേഖപ്പെടുത്തലുകളുടെ വലിപ്പം ക്രമീകരിക്കുന്നതിന് വേണ്ടി പാളിയുടെ പ്രോപ്പർട്ടീസ് എടുക്കുക. സ്റ്റൈൽ ഓപ്ഷൻ തുറന്ന് വിഡ്ത്ത് കൂട്ടിക്കൊടുക്കുക. അതല്ലെങ്കിൽ സേവ്ഡ് സ്റ്റൈൽ ഇവിടെ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. കളർ ചേഞ്ച് ചെയ്യുക. നമുക്ക് ആവശ്യമായ കളർ നൽകാം. ഓക്കെ നൽകി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി വിഡ്ത്ത് മാറിയിരിക്കും. അപ്ലൈ നൽകുക. റോഡ് നമ്മൾ ഉദ്ദേശിച്ച നിറത്തിൽ പ്രത്യക്ഷമാകുന്നത് കാണാം. അടുത്തൊരു ലെയർ, വീണ്ടും ഹൗസിന്റെ ഒരു ലെയർ ആണ് ആഡ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തു. ഹൗസുകൾ അവിടെ കുത്തുകളായി പ്രത്യക്ഷപ്പെട്ടു. എത്ര വീടുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നറിയാനായിട്ട്
ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ തുറന്നു നോക്കിയാൽ മതി. ലെയർ ഹൗസ് പാളിയിലെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ക്ലിക്ക് ചെയ്താലും ഈ വിവരങ്ങൾ ലഭ്യമാകും. ഇനി ഒരു പുതിയ ലെയർ എങ്ങനെ നിർമ്മിക്കുന്നുവെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നദി അടയാളപ്പെടുത്താനായി ഒരു ലെയർ നിർമ്മിക്കാം. ലെയർ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എടുക്കുക. കോർഡിനേറ്റ് സിസ്റ്റം സെലക്ട് ചെയ്ത് നൽകുക. ടൈപ്പിൽ ലൈൻ സെലക്ട് ചെയ്യുക. ന്യൂ ആട്രിബ്യൂട്ടിൽ നെയിം എന്ന് ടൈപ്പ് ചെയ്യുക. ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് നൽകുക. അടുത്ത നമുക്ക് ആവശ്യമുള്ള ആട്രിബ്യൂട്ട് ഇവിടെ ലെങ്ത് ടൈപ്പ് ചെയ്യുന്നു. അതിന്റെ ടൈപ്പ് ഹോൾ നമ്പർ എന്നുള്ള ഓപ്ഷൻ നൽകുന്നു. അതും ആഡ് ചെയ്യുന്നു. വിഡ്ത്ത് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് എത്ര ആട്രിബ്യൂട്ട്സുകൾ ആവശ്യമുണ്ടോ അത്രയും ആട്രിബ്യൂട്ട്സുകൾ കൂട്ടിച്ചേർക്കുവാനായി സാധിക്കുന്നു. തുടർന്ന് ഫയൽ നെയിം നൽകി ഒരു ഫോൾഡറിൽ പാളി സേവ് ചെയ്യുക. ലെയർ ബോക്സിൽ ആ പാളി പ്രത്യക്ഷമായി കഴിഞ്ഞു. ടോഗിൾ എഡിറ്റിംഗ് ബട്ടൺ അമർത്തി ക്യാപ്ചർ ലൈൻ ക്ലിക്ക് ചെയ്ത് ക്യാൻവാസിൽ മൗസ് ക്ലിക്കുകളിലൂടെ ആ നദി രേഖപ്പെടുത്തുവാൻ സാധിക്കും. രേഖപ്പെടുത്തലുകൾ പൂർത്തിയാകുമ്പോൾ റൈറ്റ് ക്ലിക്ക് നൽകുക. നമ്മൾ മുൻപേ കൊടുത്തു കഴിഞ്ഞ ആട്രിബ്യൂട്ട് ജാലകം പ്രത്യക്ഷമാകും. ആവശ്യമായ ആട്രിബ്യൂട്ടുകൾ നൽകുക. വരച്ച നദികൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നോഡ് ടൂൾ എടുത്ത് ഓരോ നോഡുകളും സെലക്ട് ചെയ്ത് ആവശ്യമായ മാറ്റം വരുത്താവുന്നതാണ്. തുടർന്ന് ടോഗിൾ എഡിറ്റിംഗ് ഡീസെലക്ട് ചെയ്യുക. സേവ് ചെയ്യുക. ലെയർ പ്രോപ്പർട്ടീസ് എടുത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ലെയറിലെ രേഖപ്പെടുത്തലുകൾ കാണാവുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇതേ രീതി ആവർത്തിച്ച് പോളിഗൺ, പോയിന്റ് തുടങ്ങിയ ലെയറുകൾ സൃഷ്ടിക്കുവാൻ